ഞാൻ വെറും ഒരു അപരിചിതനാണ്. എങ്കിലും അമ്മയോട് ദേഷ്യം തോന്നരുത്. രാജേട്ടൻ പോയ പിന്നെ അമ്മ ഇതുവരെ നോർമൽ ആയിട്ടില്ല. ഞാൻ അതല്ല ചോദിച്ചത്. മനസ്സിലായി. രാജേട്ടനെ ആരെങ്കിലും കൊന്നതാണോ എന്നല്ലേ? അതെ, അങ്ങനെ പറഞ്ഞു. ശരിയാണ്. ഇൻസ്പെക്ടർ ആയിരുന്നു. ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. കഞ്ചാവ് കടത്തുന്നവരുടെ ലോറി തടയാൻ ശ്രമിച്ചതാണത്രേ. ആരാണത് ചെയ്തതെന്ന് തെളിഞ്ഞില്ലേ? തെളിഞ്ഞാലും ഇല്ലെങ്കിലും രാജേട്ടനെ തിരിച്ചു കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കേസിന്റെ പുറകെ പോയില്ല. പോയിരുന്നേല് അമ്മയും വിജിമോനും പട്ടിണി കിടന്നേനെ. അല്ല, ഈ മർഡർ കേസ് ആവുമ്പോ ആർക്കാണ് താല്പര്യം? സർക്കാരിനോ അതോ വക്കീലന്മാർക്കോ? കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത്, ആനുകൂല്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ. വിധവയുടെ അവകാശം എന്ന നിലയിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ ആരൊക്കെയോ ശ്രമിച്ചു. പക്ഷേ രാജേട്ടന് 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസത്തെ കുറവുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ അത് നിഷേധിച്ചു. അതൊന്നും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ ചെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ കാവലിരിക്കണമായിരുന്നു. ഇപ്പോ അഭിമാനമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സമാധാനിക്കാം. എത്ര കഷ്ടപ്പെട്ടാലും എന്റെ മോനെ ഒരു നല്ല നിലയിലാക്കണമെന്ന പ്രാർത്ഥന എനിക്കുള്ളൂ. ശോഭയുടെ അച്ഛനും അമ്മയൊക്കെ അവരെന്നെ നേരത്തെ എഴുതി തള്ളിയതാണ്. സ്പോർട്സ്മാനായ രാജേട്ടനെ സ്നേഹിച്ചതിന്, വിവാഹം കഴിച്ചതിന്. ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് പറയാൻ വിട്ടു. ഇത്രയും പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരാളാണ് ശോഭയെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാനൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. മറന്നേ പറ്റൂ. അമ്മയുടെ വിശ്വാസം വിജിമോന്റെ ജാതകദോഷം കൊണ്ടാ രാജേട്ടൻ മരിച്ചതെന്നാണ്. സത്യത്തിൽ അമ്മയെ ഭയന്നിട്ടാ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മോനെ ഡേ കെയറിലാക്കുന്നത്. അല്ലാതെ കാശുണ്ടായിട്ടൊന്നുമല്ല. ശോഭയ്ക്ക് വിരോധമില്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം. എന്ത് ജോലി? ഗവൺമെന്റ് സർവീസിൽ തന്നെ. കിട്ടില്ല. അങ്ങനെ പറയരുത്. ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം. പൊരുതിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ.